എഴുതിയ ലേഖനം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യമാണ്. 15, 16, 17 വാക്യങ്ങൾ നമ്മൾ വായിച്ചു. അതില് 15-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊലോസിലെ ദൈവസഭയോട് ക്രിസ്തുവിന്റെ ഔന്നത്യത്തെക്കുറിച്ചും ക്രിസ്തുവിന്റെ ഔന്നത്യത്തിന്റെ ശ്രേഷ്ഠത അത് എത്ര ഉന്നതമേറിയതാണ്, അവരുടെ ഉള്ളിലേക്ക് ക്രിസ്തുയേശുവിന്റെ വെളിപ്പാടിനെ വീണ്ടും പകർന്നു കൊടുക്കുകയാണ്. കാരണം മറ്റു യാതൊന്നിനാലും അവരുടെ വിശ്വാസ ജീവിതം ഇടറിപ്പോകാതിരിക്കാൻ ഏറ്റവും അതിശ്രേഷ്ഠമായി ഏറ്റവും അടിത്തറയുള്ളതായി അടിസ്ഥാനമായി നിലകൊള്ളേണ്ടതിന് ആവശ്യമായ ക്രിസ്തുയേശുവിന്റെ ദൈവത്വത്തിന്റെ വെളിപ്പാട്, അതിശ്രേഷ്ഠമായ ക്രിസ്തുവിന്റെ ഔന്നത്യത്തിന്റെ വെളിപ്പാട് ദൈവസഭയ്ക്ക് കൈമാറുന്ന ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം തന്നെ എടുത്ത ഭാഗം 15-ാം വാക്യം, ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനുമാണ്. ആ സർവ്വസൃഷ്ടിക്കും ആദ്യജാതനം എന്നുള്ളത് ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്: സർവ്വസൃഷ്ടിക്കും അധീശനാകുന്നു, അല്ലെങ്കിൽ ഹി ഇസ് സുപ്രീം ഓവർ ഓൾ ക്രിയേഷൻ. എന്നിട്ട് അത് അങ്ങനെ തന്നെയാണെന്ന് ഇതേ ഭാഗത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം 15-ാം വാക്യം ഇങ്ങോട്ട് വായിച്ചു വരുമ്പം അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: അവൻ സർവത്തിന് മുമ്പേ ഉള്ളവൻ. സകലതും ഉളവാകുന്നതിന് മുൻപേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു എന്ന് വീണ്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചിന്തിച്ചത്: ക്രൈസ്റ്റ് ഈസ് സുപ്രീം ഓവർ ഓൾ ക്രിയേഷൻ, അല്ലെങ്കിൽ ക്രിസ്തു സകല സൃഷ്ടിക്കും അധീശൻ ആകുന്നു, എല്ലാത്തിനും മുകളിലാകുന്നു, എല്ലാത്തിനും മുൻപേ ഉള്ളവനാകുന്നു എന്നുള്ള ഭാഗം നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ എന്താണ് കഴിഞ്ഞ ആഴ്ച ഒരു ഏകദേശ ഭാഗം നമ്മൾ ചിന്തിച്ചത് എങ്ങനെയാണ് ക്രിസ്തുവിന്റെ ഈ ദൈവത്വം, അവൻ പൂർണ്ണ ദൈവമായി എങ്ങനെയാണ് ഈ മനുഷ്യ രൂപത്തിൽ വെളിപ്പെട്ടത്. അവന്റെ ഹ്യൂമൻ ഫോമിലാണോ നമ്മൾ ദൈവികത അല്ലെങ്കിൽ ദൈവത്വം, ദൈവത്തിന്റെ എസൻസ്, ദൈവത്തിന്റെ അന്തസത്ത എല്ലാം നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അത് കാണാൻ കഴിഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു ജനമാണ് നമ്മള്. അത് കണ്ടിരിക്കുന്നത്, നമ്മളത് എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്? അത് മനസ്സിലാകാതെ പോയവരാണ് അധികവും. യേശുവിന്റെ കാലഘട്ടത്തിലും പിന്നീടും ഇപ്പോഴും നമുക്കതറിയാം. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. ആ ക്രിസ്തുയേശുവിന്റെ പ്രീ എമിനൻസിനെ എങ്ങനെയാണ് നമ്മൾ അവന്റെ മാനുഷികതയിൽ നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ കടന്നു വന്ന് അവതരിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ ദൈവത്വത്തെ എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്, എങ്ങനെയാണ് അത് വെളിപ്പെട്ടത് എന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിന് ആധാരമായി നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്നും ചില വാക്യങ്ങൾ വായിച്ചു, യോഹന്നാന്റെ സുവിശേഷത്തിൽ ചില വാക്യങ്ങൾ വായിച്ചു. എബ്രായ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ച വാക്യം ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. തുടക്കം ഇങ്ങനെ പറയുന്നു: ദൈവം പൂർവ്വകാലത്ത് പ്രവാചകന്മാരിലൂടെ പല അംശങ്ങളായും പല വിധങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു. എന്നാൽ ഈ അന്തിമ നാളുകളിൽ സ്വപുത്രനിലൂടെ നമ്മോട് സംസാരിച്ചിരിക്കുന്നു. എന്നിട്ട് ആ സ്വപുത്രനെ കുറിച്ച് പറയുകയാണ്. ആരാണ് ഈ സ്വപുത്രൻ? എന്താണ് അവന്റെ പ്രത്യേകത? ദൈവം അവിടുത്തെ പുത്രനെ സകലത്തിനും അവകാശിയാക്കി നിയമിച്ചു. അവിടുന്ന് ലോക സൃഷ്ടി ചെയ്തതും പുത്രനിലൂടെയാണ്. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അത് തന്നെയാണ് അവസ്ഥ. അവിടുന്ന് പിതാവായ ദൈവം ലോക സൃഷ്ടി ചെയ്ത് ക്രിയേഷൻ നടത്തിയത് പുത്രനിലൂടെയാണ്. ദൈവപുത്രൻ ദൈവമഹത്വത്തിന്റെ തേജസ്സും ദൈവസത്തയുടെ യഥാർത്ഥ പ്രതിബിംബവുമാണ്. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ അവിടുന്ന് നിലനിർത്തുന്നു. ദൈവപുത്രനെ കുറിച്ച് പറയുന്ന വാക്കുകൾ നമ്മൾ വായിച്ചു. ദൈവമഹത്വത്തിന്റെ തേജസ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ എക്സാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഗോഡ്സ് ഗ്ലോറി. അതുപോലെ തന്നെ നമ്മൾ ചിന്തിച്ചു, യേശുവിൽ നമ്മൾ എന്ത് കാണുകയാണ്? ദൈവസത്തയുടെ യഥാർത്ഥ പ്രതിബിംബം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ക്യാരക്ടർ അത് പൂർണ്ണമായി റിവീൽ ചെയ്യുകയാണ് യേശു. ദൈവത്തിന്റെ സ്വഭാവവും അല്ലെങ്കിൽ ആ ദൈവിക സത്ത, the essence of God and the exact representation of God's glory, ഇത് പുത്രനിൽ വെളിപ്പെടുന്നു എന്നാണ് നമ്മൾ ചിന്തിച്ചു. പുത്രനിലൂടെയാണ് ഈ ക്രിയേഷൻ മുഴുവൻ ഇവിടെ എടുത്തു പറയുന്നത്. അവിടുന്ന് ലോക സൃഷ്ടി ചെയ്തതും പുത്രനിലൂടെയാണ്.
കൊലോസ്യ ലേഖനത്തിൽ അത് തന്നെ പറയുന്നു. അത് തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിലും പറയുന്നു. പിന്നീട് നമ്മൾ ചിന്തിച്ച ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ചിന്തിച്ച ഭാഗങ്ങള് നമുക്കറിയാം എങ്ങനെയാണ്. അപ്പൊ ഈ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒരു വാക്യം കൂടെ കൊലോസ്യ ലേഖനത്തിൽ നിന്ന് മുന്നോട്ട് ഉള്ള അധ്യായത്തിൽ നിന്ന് കയറി വായിക്കാൻ ആഗ്രഹിക്കുന്നത്, കൊലോസ്യർക്കെതിരെ 2-ാം അധ്യായം 9-ാം വാക്യം കൂടെ നമുക്കിവിടെ ഈ പ്രീ എമിനൻസിന്റെ സ്റ്റഡിക്കകത്ത് ചേർത്ത് വെക്കേണ്ട ഒരു വാക്യമാണ്. യേശുവിന്റെ ഔന്നത്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കൊലോസ്യർക്കെതിരെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അത് കൊലോസ്യത്തില് എടുത്തു പറയുന്ന ഒരു വാക്കാണ്. 2:9 പറയുന്നു. അതും കൂടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി പോയാൽ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഈ ക്രിസ്തുവിൽ, കർത്താവായ യേശുവിൽ വെളിപ്പെട്ട ആ എങ്ങനെയാണ് ആ ദൈവത്വം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എങ്ങനെയാണ് വെളിപ്പെട്ടെന്നുള്ളത്. 2:9 എങ്ങനെയാ പറയുന്നത്? ഇപ്രകാരം എഴുതിയിരിക്കുന്നത്, For in Christ lives all the fullness of God in a human body. For in Christ, ക്രിസ്തുവിലാണ് ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപത്തിൽ വെളിപ്പെട്ടത്. അല്ലെ? ദേഹരൂപത്തിൽ വെളിപ്പെട്ടപ്പോൾ ദേഹരൂപമായി വസിക്കുന്നത് അല്ലെങ്കിൽ അതാണ് ആ വസിക്കുന്ന ദൈവത്തിന്റെ സർവസമ്പൂർണതയും എല്ലാവർക്കും വെളിപ്പെടുന്നില്ല. അത് വെളിപ്പെട്ട് കിട്ടിയവരാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത്. അത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, വെളിപ്പെട്ടാലും ഇല്ലെങ്കിലും, അതിനെ മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും, അത് അത് അങ്ങനെ അല്ലെന്ന് പറഞ്ഞാലും ഒന്നും അതിന് മാറ്റം വരുന്നില്ല. കാരണം ക്രിസ്തുവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. For in Christ lives, അത് ക്രിസ്തുവിൽ വസിക്കുക എന്തുവാണ്? All the fullness of God, ദൈവത്തിന്റെ സർവ സമ്പൂർണതയും. അതെവിടെയാണെന്ന് ചോദിച്ചാൽ in a human body, മനുഷ്യ ദേഹരൂപത്തിൽ അല്ലെങ്കിൽ മാനുഷിക ശരീരത്തിൽ. അതാണ് നമ്മള് ഒരു സ്നേഹത്തിന് ഈ പ്രീ എമിനൻസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവിടുന്ന് കൂടെ എടുത്ത് നമ്മൾ ഇങ്ങോട്ട് ഈ വാക്യം കൂടെ ചേർത്ത് വെച്ചൊന്ന് ചിന്തിക്കുന്നത്. ക്രിസ്തുവിൽ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും വസിക്കുന്നു. പക്ഷെ അത് ഇൻ എ ഹ്യൂമൻ ബോഡി. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഭാഗം ഞാൻ എടുത്തു പറഞ്ഞു. നമ്മൾ എന്താണ് കാണുന്നതെന്ന് ഞാൻ എടുത്തു പറഞ്ഞു. When we see Jesus, we see the word of God. നാം യേശുവിനെ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണുന്നത്? ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ നമ്മൾ പറയണം ദൈവത്തിന്റെ സർവ സമ്പൂർണതയും. അതായത് the fullness of God lives in Christ in a human body. എന്നാണ് നിങ്ങൾ യേശുവിൽ ദർശിച്ചത്? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പറയണം? ഞങ്ങൾ യേശുവിൽ ദർശിച്ചത് ദൈവത്തിന്റെ സർവ സമ്പൂർണതയും. അതൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്താണ് യേശുവിൽ കണ്ടത്? അവൻ നസ്രയത്തുകാരനല്ലേ? അവൻ യോസഫിന്റെയും മറിയുടെയും മകനല്ലേ? അവന്റെ സഹോദരങ്ങളെ ഞങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങളെക്കാൾ നന്നായി ഞങ്ങൾക്ക് അവനെ അറിയാം. ഗലീലയില് ബെത്സദയിലുള്ള അന്ത്രയോസും പത്രോസിനേക്കാളും അധികം നസ്രയത്തിലുള്ളവർക്ക് യേശുവിനെ അറിയാം. യേശുവോടെ വളർന്നതാ. പക്ഷെ നസ്രയത്തിലുള്ളവർ യേശു ഇടറിപ്പോയി. പക്ഷെ ബെത്സൈദ പട്ടണത്തിൽ നിന്ന് അന്ത്രയോസിനെയും പത്രോസിനെയും ഒക്കെ വിളിച്ചിട്ട്, യോഹന്നാനെയൊക്കെ വിളിച്ചു വേർതിരിച്ചിട്ട്, യാക്കോബിനെ വിളിച്ചു വേർതിരിച്ചിട്ട്, അവരാരും നസ്രയത്തിൽ നിന്നുള്ളവരല്ല. ഗലീലയിലെ ഒരു ഏറ്റവും താണ പ്രദേശം, ലോവർ റീജിയൻ ആണ് നസ്രയത്ത്. അപ്പർ റീജിയൻ ആണ് കഫർനഹൂം. ആ
അപ്പൊ ഗലീലയില് ബെത്സയിദ, അത് ഗലീലയിലെ ഒരു പട്ടണമാ. എന്നാൽ നസ്രയത്തിലുള്ള ആ ചെറിയ ഗ്രാമം, വളരെയധികം പോപ്പുലേഷൻ കുറഞ്ഞ ഒരു ഗ്രാമമായിരുന്നു നസ്രയത്ത്. അവർക്ക് നല്ല പരിചയം യേശുവോട് വളർന്നതാണ്. അവർ ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾക്ക് ഇവനെ അറിയാമല്ലോ, ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്തറിയാം? നിങ്ങൾ എന്താണ് അവനിൽ കണ്ടത്? അവൻ നല്ലൊരു മകനാണ്, അപ്പനെ സഹായിക്കുന്ന ഒരു മകനാണ്, വീടിന്റെ ഉത്തരവാദിത്വം എടുക്കുന്ന ഒരു മകനാണ്, സമയാസമയങ്ങളിൽ ശബത്തിൽ പതിവ് പോലെ വന്ന് പള്ളിയിൽ വന്ന് സിനഗോഗിൽ വന്ന് തിരുവെഴുത്തുകളെ വായിക്കുന്ന നല്ലൊരു ഭക്തനായ മനുഷ്യനാണ്. നസ്രയത്തിലുള്ളവർ യേശുവിനെ കണ്ടു. എന്നാൽ ബെത്സദയിൽ നിന്നുള്ളവർ, കർത്താവ് തിരഞ്ഞെടുത്ത ചിലർ യേശുവിനെ കണ്ടു. അവരോട് ചോദിച്ചാൽ അവര് പറയും, നിങ്ങൾ നസ്രയത്തിലെ യോസഫിന്റെയും മറിയയുടെയും മകനായ യേശുവിനെ കണ്ടപ്പോൾ ഞങ്ങൾ യേശുവിൽ എന്ത് കണ്ടെന്നറിയാമോ? ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും യേശുവിൽ വർത്തിക്കുന്നത് ഞങ്ങൾ കണ്ടു. യേശുവിനെ കാണുന്നതും യേശുവിൽ ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും വസിക്കുന്നത് കാണുന്നതിൽ വലിയ വ്യത്യാസം. നമ്മൾ ആരാണ്? നമ്മൾ യേശുവിനെ കണ്ടവരാണോ, അതോ യേശുവിൽ വസിക്കുന്ന ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും കണ്ടവരാണോ? അവർക്കാണ് കർത്താവ് എന്ത് പറയുന്നത്? അതേ, ഇത് ജഡരക്തങ്ങളല്ല, മാംസരക്തങ്ങളല്ല, സർവശക്തനായ ദൈവമാണ്, സ്വർഗത്തിലെ ദൈവമാണ് നിങ്ങൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ വെളിപ്പാട് നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് ലഭിച്ചത്. നസ്രയത്തുകാർ കണ്ടുകൊണ്ട് യേശുവിനെ കണ്ടു. എന്നാൽ ബെത്സയിദയിൽ നിന്ന് കർത്താവ് വിളിച്ച അപ്പോസ്തലന്മാർ മറ്റൊന്ന് കണ്ടു, യേശുവിൽ ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും വസിക്കുന്നു. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, നിങ്ങൾ എന്നെ കുറിച്ച് ആരെന്ന് പറയുന്നു? കാരണം അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അവിടെ വർദ്ധിച്ചു വരികയാ. ആ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന യേശു തന്റെ ശിഷ്യന്മാരോട് ഈ ചോദ്യം ചോദിക്കാൻ കാര്യം ഒരഭിപ്രായം കൂടെ കേൾക്കാനല്ല, പിന്നെയോ ഒരു വെളിപ്പാടിന്റെ ഉത്തരം കേൾക്കാനാ. ദൈവം വെളിപ്പെടുത്തിയ ഒരു വെളിപ്പാടിന്റെ മറുപടി കിട്ടണമെങ്കിൽ അവർ യേശുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കണം, പിതാവിനാൽ ആകർഷിക്കപ്പെട്ടവരായിരിക്കണം. മനുഷ്യൻ യേശുവിനെ കുറിച്ച് ഇന്നയാള് അവനൊരു പ്രവാചകൻ, അവൻ അതേ യോഹന്നാൻ സ്നാപകൻ ഉയർത്തെഴുന്നേറ്റ് വന്നവൻ, അവൻ അതെ ഇനിയും മറ്റൊരാളാണോ, അതേ നല്ലൊരു ഗുരുവാണോ, അവൻ ഇതൊക്കെ പറയുമ്പോൾ അഭിപ്രായങ്ങൾ യേശുവിനെ കണ്ടവർ പറഞ്ഞപ്പോൾ, യേശുവിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും വസിക്കുന്നവർ അവർ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അനേക അഭിപ്രായങ്ങളുടെ നടുവിൽ ഒരു വെളിപ്പാട്, അനേക പ്രസ്താവനകളുടെ നടുവിൽ ഒരു സ്വർഗീയ വെളിപ്പാട്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, സഭ രൂപീകരിക്കപ്പെടുന്ന അവിടെയാണ്. മതങ്ങൾ അഭിപ്രായങ്ങൾ പറയും, സമുദായങ്ങൾ അഭിപ്രായങ്ങൾ പറയും, സംഘടനകൾ അഭിപ്രായം പറയും, യേശുവിനെ കുറിച്ച് നല്ലത് പറയും, യേശുവിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയും, വാചാലമായി സംസാരിക്കും. പക്ഷെ സഭ യേശുവിനെ കുറിച്ച് അഭിപ്രായം പറയാനല്ല സഭയുടെ നിയോഗം. സഭ ആരെന്ന് ചോദിച്ചാൽ അവർക്ക് യേശുവിനെ അല്ല കണ്ടത്, യേശുവിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും തിരിച്ചറിഞ്ഞ വെളിപ്പാട് ലഭിച്ച കൂട്ടമാണ് ക്രിസ്തുവിന്റെ സഭ. ആ സഭയുടെ അംഗങ്ങളായി തീരാൻ നമുക്ക് ലഭിച്ച ഭാഗ്യമോർത്താൽ, അനുഗ്രഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതിയാകത്തില്ല. നമ്മൾ യേശുവിനെ കണ്ടവരായിരുന്നു, യേശുവിനെ അറിഞ്ഞവരായിരുന്നു. പക്ഷെ യേശുവിൽ വസിക്കുന്ന ദൈവത്തിന്റെ സർവ സമ്പൂർണതയും മനസ്സിലായപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ ജീവിതം വേറൊരു അർത്ഥമായി, വേറൊരു വഴിത്തിരിവായി, ദൈവിക ഉദ്ദേശത്തിലേക്ക്, ദൈവികമായ ബന്ധത്തിലേക്ക്, പുത്രനുമായുള്ള കണക്ഷനിലേക്ക് നമ്മുടെ ജീവിതം മാറി വന്നത് യേശുവിനെ കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളിലും പ്രസ്താവനകളിലുമല്ല. ഒരുവന്റെ ജീവിതം മാറി മറിയുന്ന പിന്നെയോ യേശുവിൽ വസിക്കുന്ന, ദേഹരൂപമായി വസിക്കുന്ന ആ ദൈവത്വത്തിന്റെ സർവസമ്പൂർണതയുടെ വെളിപ്പാട് ഒരുവന്റെ ഉള്ളിൽ വരുമ്പോഴാണ് അവന്റെ ജീവിതം ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് നീങ്ങുന്നത്. അങ്ങനെ ദൈവികത, യേശുവിന്റെ ദൈവത്വം, ആ ഗോഡ്ഷിപ്പ് എങ്ങനെയാണ് ഈ ദേഹരൂപത്തിൽ വസിച്ചത്, ആ ദേഹരൂപത്തിൽ വെളിപ്പെട്ടത്? അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ പറയും, നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ക്രിസ്തുവിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും, the fullness of God dwells in Christ in a human form, in a human body.
ഒരു മാനുഷിക രൂപത്തിൽ, ദേഹരൂപത്തിൽ, മാനുഷികമായ ഒരു ശരീര രൂപത്തിൽ നിങ്ങൾ എന്താണ് ഈ പറയുന്നേ? നിങ്ങൾ ദൈവത്തിന്റെ അതാണല്ലോ യഹൂദന്മാരെ ചൊടിപ്പിച്ചത്. അതാണല്ലോ പൗലോസിനെ ആദ്യകാലങ്ങളിൽ ചൊടിപ്പിച്ചത്. അതാണല്ലോ അതെ മൂപ്പന്മാർക്ക് സഹിക്കാൻ പറ്റാഞ്ഞത്. എങ്ങനെയാണിത്? നിങ്ങൾ എന്തായി പറയുന്നത്? ഇതാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്ന വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാകും. യേശുവിനെ കണ്ടപ്പോൾ അല്ല, യേശുവിൽ നിറഞ്ഞിരിക്കുന്ന, അധിവസിക്കുന്ന ദൈവത്തിന്റെ സർവസമ്പൂർണതയും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അതെങ്ങനെയാ മനസ്സിലായെന്ന് ഒരാൾ ചോദിച്ചു. അല്ല, അതെങ്ങനെയാ നിങ്ങൾക്കതിനെ അത് വിശദീകരിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ, അപ്പോസ്തലനായ യോഹന്നാൻ ചോദിച്ചാൽ യോഹന്നാൻ വ്യക്തമായി അതിന് വിശദീകരണം തരും. അതാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് ചിന്തിച്ചത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം, അവിടെ ഇങ്ങനെയാണല്ലോ എഴുതിയിരിക്കുന്നത്. നമ്മളൊന്ന് വായിച്ചു. നമുക്ക് ഒന്നുകൂടെ ആ ഭാഗത്തിലേക്ക് പോവാം. അവിടെ ഇങ്ങനെ അതിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്. അതെന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് ചോദിച്ചാൽ, അതിന്റെ മുഖവുര തന്നെ കൊടുത്തേക്കുന്നത്, അതിന്റെ പ്രോഗ് തന്നെ ഇതാണ്: ക്രൈസ്റ്റ് ദ ഇറ്റേണൽ വേർഡ്. സർവസമ്പൂർണ, ദൈവത്തിന്റെ സർവസമ്പൂർണത എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്നവർക്ക് അതിന് വ്യക്തമായി വിശദീകരണം അവരുടെ ഉള്ളിൽ വേണം. അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, we have seen the fullness of God in Christ in a human form. We have no doubt at all. ഞങ്ങൾ അതിന്റെ സാക്ഷികളാ. അപ്പോസ്തലൻ പറയാണ്, ഞാനത് നിങ്ങളോട് വിശദീകരിക്കാം. ഞങ്ങൾ അവനിൽ എന്ത് കണ്ടു? അവൻ ആരാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ക്രൈസ്റ്റ് ദ ഇറ്റേണൽ വേർഡ്. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാര്യം? നമ്മളത് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ദ ബിഗിനിങ് ദ വേൾഡ് already existed. The word already existed. The word was with God and the word has God. എബ്രായത്തിൽ നമ്മൾ പഠിച്ചു, പുത്രനിലൂടെയാണ് ലോക സൃഷ്ടി ചെയ്തെടുത്തത്. അപ്പൊ ഞങ്ങൾ അവനിൽ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുന്നവരുടെ കർത്താവ് കൊടുത്തത് എന്തുവാ? തന്റെ കൈയും കാലും മുറിച്ചല്ല കൊടുത്തത്, തന്റെ വചനമാ കൊടുത്തത്. തന്റെ മാംസവും രക്തവും ചെയ്ത് ഭക്ഷിക്കാൻ കൊടുക്കുകയല്ലായിരുന്നു. അത് അവൻ യാഗമാക്കി തീർന്നപ്പോൾ അവൻ അവർക്ക് കൈമാറിയത് എന്തുവാ? ദ ഇറ്റേണൽ വേർഡ്. ഈ വേർഡ് ഇറ്റേണൽ ആണെന്ന് പറയാൻ കാര്യം എന്താ? നിത്യമെന്ന് പറയാൻ കാര്യം എന്താ? ഇൻ ദ ബിഗിനിങ് ദ വേർഡ് ഓൾറെഡി എക്സിസ്റ്റഡ്. എന്റെ മലയാളം വേർഷൻ ഒന്ന് നമുക്കൊന്ന് കൂടെ വായിച്ചു. എനിക്ക് എല്ലാ വേർഷനും കൂടെ ഫോളോ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. കാരണം അറിയാമല്ലോ, നമ്മൾ ന്യൂ വേർഷൻ എടുക്കുന്നുണ്ട്, ഇംഗ്ലീഷ് വേർഷൻ എടുക്കുന്നുണ്ട്, നമ്മുടെ ടെക്സ്റ്റായ നമ്മളുടെ ഭാഗം എടുക്കുന്നുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനം, ഇൻ ദ ബിഗിനിങ് ദ വേർഡ് ഓൾറെഡി എക്സിസ്റ്റഡ്. വേൾഡ് അല്ല, വേർഡ്. എന്നിട്ട് പറയാണ് the word was with God. ആരെ കുറിച്ചാ പറയണേ? ആരെ കുറിച്ചുള്ള മുഖവരെയാണ്? ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ വേണ്ടി അപ്പോസ്തലൻ ആരംഭിക്കുന്ന മുഖവുരയാണ് എഴുത്തിന്റെ, സുവിശേഷത്തിന്റെ ആരംഭത്തിൽ ക്രിസ്തുവിനെ, അതായത് ദൈവത്തിന്റെ സർവസമ്പൂർണതയും വസിക്കുന്ന, ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ തുടങ്ങുമ്പോൾ എവിടുന്ന് തുടങ്ങുകയാണ്? വേർഡിൽ നിന്ന് തുടങ്ങുകയാണ്. The word was with God. സകലവും അവൻ മുഖാന്തരമുള്ളതായി. സകലവും ഇത് പറയുമ്പോൾ ഇവിടെ പറയുന്നു, and the word was God. He existed in the beginning with God. And God created everything. വേർഡ് പറഞ്ഞു വന്നിട്ട് ഇപ്പൊ എങ്ങനെയാ പറയുന്നേ? Him I him. അതിൽ വചനമുണ്ടെന്ന് പറഞ്ഞ ദൈവത്തിനുള്ള വചനം ദൈവമായി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറയുന്നത് എങ്ങനെയാ? 3-ാം വാക്യം ഒന്ന് വായിച്ചേ. സകലവും അവൻ മുഖാന്തരമുള്ളവായി. മതി. God created everything through him and nothing was created except through him. എന്നിട്ട് വീണ്ടും പറയുന്നു 4-ാം വാക്യം,
The word gave life to everything that was created. അപ്പം ക്രൈസ്റ്റ് എന്താണ്? നാം പറയുന്നു, നമ്മൾ അവന് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയെ കണ്ടുവെങ്കിൽ നാം ആദ്യമായി കാണുന്നതാണ് യെസ് ക്രൈസ്റ്റ് ദ ഇറ്റേണൽ വേർഡ്. ക്രിസ്തു ഞങ്ങൾ കണ്ടത് അവന്റെ ത്വക്ക് പ്രകാശിക്കുന്നതല്ല. ഞാൻ പറയുകയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവന്റെ ത്വക്ക് പ്രകാശിക്കുന്നു. അവരെ കാണിക്കുവാൻ ഒരു പ്രത്യേക അവസരത്തിൽ മറുരൂപ മലയിലേക്ക് അല്ലെങ്കിൽ താബോർ മലയിലേക്ക് യേശുവരെ കൊണ്ടുപോകുന്നത് അത് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് മാത്രമേ ഉള്ളായിരുന്നു. ഒരു കണ്ണിമയ്ക്ക് നേരം കൊണ്ട് ഒരു ദർശനം, ഒരു കാഴ്ച അവരെ കാണിച്ചു. പക്ഷെ ആ കാഴ്ചയല്ല ഇവിടെ പറയുന്നേ. ഇവിടെ പറയുന്നത് അവർക്ക് വ്യക്തമായി വെളിപ്പെട്ട ദൈവിക മർമ്മം പ്രസ്താവിക്കുകയാണ്. ഞങ്ങൾ ക്രിസ്തുവിൽ, അല്ലെങ്കിൽ അവർ ആകെപ്പാടെ എന്ത് പറഞ്ഞേനെ? അവര് പറഞ്ഞേനെ, ഞങ്ങൾ ഇത്രയൊക്കെ അവന്റെ കൂടെ നടന്നിട്ട് ആകെ കണ്ണേനെ ചോദിച്ചാൽ ഒരു നിമിഷ നേരത്തേക്ക് അവന്റെ വസ്ത്രം ഒന്ന് മിന്നി വിളങ്ങി, അവന്റെ മുഖം ഒന്ന് ശോഭിച്ചു. ഇതാണ് ഞങ്ങൾ അവനിൽ കണ്ട ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണത എന്ന് അപ്പോസ്തലന്മാർ ഒരേ സ്വരത്തിൽ പറഞ്ഞു. പക്ഷെ അവര് പറയുകയാണ്, ഞങ്ങൾ അവനിൽ കണ്ടു the eternal word, നിത്യവചനം. അടുത്തത് പറയുന്നു, ആ വചനം, the word gave life to everything that was created. അതിന്റെ അടുത്തത് നമുക്ക് പറയാം, ഞങ്ങൾ അവനിൽ കണ്ടു the eternal life. ഞങ്ങൾ അവനിൽ കണ്ടു ഉളവാക്കുന്ന നിത്യമായ ആദിയിലെ ഉള്ള ആ വചനം. അവൻ ആരാണ്? അവൻ ഇത് ഇറ്റേണൽ വേർഡ്. അവൻ ശാശ്വതമായ നിത്യമായ വചനമാണെങ്കിൽ അടുത്ത് പറയുന്നു, ആ വചനത്തെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് വേർഡ് ഇച്ചിരി കഴിയുമ്പോൾ എന്തായി മാറുകയാണ്? വേർഡ് ഗേവ് ലൈഫ്. നിങ്ങൾ അവനിൽ കണ്ട സർവ്വസമ്പൂർണ്ണത എന്തുവാ? ക്രൈസ്റ്റ് ഈസ് ദ ഇറ്റേണൽ ലൈഫ്. അവൻ നിത്യജീവനാകുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ പറയുന്നു, ആ ജീവനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്ന 4-ാം വാക്യം, ആൻഡ് ഹിസ് ലൈഫ് ബ്രോട്ട് ലൈഫ് ടു എവരിവൺ. ലൈഫ് ഇപ്പം ലൈറ്റ് കൊടുക്കുന്നു. ക്രൈസ്റ്റ് ദ ട്രൂ ലൈറ്റ്, സത്യ വെളിച്ചം. ദൈവത്തിന്റെ ഫുൾനെസ് ക്രിസ്തുവിൽ വസിക്കുന്നു. അല്ല, യേശുവിൽ വസിക്കുന്നു. ദേഹരൂപമായി ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ നിത്യവചനം യേശുവാകുന്നു. നിത്യ വെളിച്ചം യേശുവാകുന്നു. അല്ലെങ്കിൽ നിത്യജീവൻ യേശുവാകുന്നു. സത്യ വെളിച്ചം യേശുവാകുന്നു. ഇത് അപ്പോസ്തലനായ യോഹന്നാൻ ഇവിടെ സാക്ഷീകരിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചാണ് നിർത്തിയത്. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു, ഞാൻ വെളിച്ചമല്ല എന്നും, എന്നാൽ വെളിച്ചമായവൻ, 9-ാം വാക്യം, the one who is the true light. ആ വാക്യം ഒന്ന് വായിക്കാം. 9-ാം വാക്യം. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം, അതായത് യേശു. നിങ്ങൾ ദൈവമക്കൾ ഓർത്തോണം, കർത്താവ് പത്രോസിനെ, യാക്കോബിനെ, യോഹന്നാനെ മാത്രമേ കൂട്ടിക്കൊണ്ട് എവിടെ പോയുള്ളൂ? മറുരൂപ മലയിൽ അല്ലെങ്കിൽ താബോർ മലയിൽ. വേറൊരാളോട് പറയരുതെന്ന് വരെ. അപ്പൊ ലോകത്തിലേക്ക് വന്ന സത്യവെളിച്ചം ഓർത്തെ, അത് തന്റെ ശാരീരികമായ പ്രകാശത്തിലോ തന്റെ മുഖത്തിനു ചുറ്റുമുള്ള തേജോ വലയത്തിലോ അല്ല ആ വെളിച്ചം പ്രകാശിക്കപ്പെട്ടത്. അതാണ് പറയുന്നത്, ആ ഡിവൈൻ എസൻസ്, ആ ദൈവിക സത്ത, ആ ദൈവിക സ്വഭാവം ദേഹരൂപത്തിൽ വസിക്കുക മാത്രമല്ല, അത് ലോകത്തിലേക്ക് വന്നു, ലോകത്തിലേക്ക് പ്രവേശിച്ചു, ലോകത്തിലേക്ക് അത് വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. The one who is the true light, Jesus Christ, the eternal word, Jesus Christ, the eternal life, Jesus Christ, the true light, who gives, and the true light ന്റെ പ്രത്യേകത, who gives light to everyone. എല്ലാവരിലേക്കും വെളിച്ചം പകരുന്ന ആ സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നു.
എന്നിട്ടാണ് നമ്മൾ ചിന്തിച്ചപ്പോ എന്താണ് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ക്രിസ്തുവിൽ എങ്ങനെയാണ് ദേഹരൂപമായി വസിക്കുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, ഫുൾനെസ് ഓഫ് ഗോഡ് lives in, dwells in Christ in a human form. യേശുവിനെ കണ്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ കണ്ടത്? ഞങ്ങൾ വചനം, അവന്റെ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ നിത്യവചനം. നിങ്ങൾ എന്താ അവനിൽ അനുഭവിച്ചത്? ഞങ്ങൾ ദൈവത്തിന്റെ ജീവൻ. നിങ്ങൾ എന്താ കണ്ടത്? നമ്മൾ കണ്ടു സത്യ വെളിച്ചം. നമ്മൾ കണ്ടു ക്യാരക്ടർ കണ്ട് എന്താണ്? ദൈവത്തിന്റെ പരിശുദ്ധിയുടെ ആ ഡിവൈൻ ഹോളിനെസ് ഞങ്ങൾ ആരിൽ കണ്ടു? ക്രിസ്തുവിൽ കണ്ടു. പ്രിയരെ, ഒരു കാര്യം കേട്ടോണം, അത് യേശുവിൽ വസിക്കാത്തത്തോളം കാലം അത് വെളിപ്പെടത്തില്ല. അതുകൊണ്ടാ പറഞ്ഞത് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയുന്നത്. ആ വസിക്കുന്നതുകൊണ്ടാണ് ലോകം എന്ത് കണ്ടത്? ആ വചനം കേട്ടത്, ആ വെളിച്ചം കണ്ടത്, ആ ജീവൻ പ്രാപിച്ചത്. അതുകൊണ്ടാണ് ആ പരിശുദ്ധിയെ, ആ ഹോളിനെസ്സിനെ മനുഷ്യരുടെ ഇടയിൽ പ്രകാശിക്കപ്പെട്ടു. മനുഷ്യരുടെ ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്ന ഗോഡ് ഈസ് ലവ് എന്ന് യോഹന്നാൻ അപ്പോസ്തലന്റെ ലേഖനത്തിൽ പറയുമ്പോൾ, ആ ദൈവം സ്നേഹമാകുന്ന അഗപ്പേ സ്നേഹം ആരിലൂടെയാണ് ലോകം കണ്ടത്? യേശു ക്രിസ്തുവിലൂടെ. ഇത് ചുമ്മാതെ അങ്ങ് പറയുമല്ല. യേശു ദൈവമാണ്, ദൈവപുത്രനാണ്, ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും യേശുവിലാണ് വസിക്കുന്നതെന്ന് നാം എന്താ പറയണ്ടേ? പൊട്ടന്റെ മാവേലേറ് പോലെ എന്തേലും ആക്കിക്കോട്ടെ, എന്തേലും ആക്കിക്കൂട്ടണം എന്ന് പറയുന്ന പരിപാടിയല്ല ഇത്. ഇവിടെ ഇത് എവിടെങ്കിലും കൊണ്ടെറിയട്ടെ, ആരെങ്കിലും ഒക്കെ വിശ്വസിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ആക്കിക്കൂട്ടട്ടെ എന്ന് പറയുന്ന പരിപാടിയല്ല. പിന്നെയോ ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ഇങ്ങനെ അവിടെ നാം വായിക്കുന്നത്, ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും അവനിൽ വസിക്കുന്നുവെന്ന് അതിന്റെ സമയാസമയങ്ങളിൽ അവൻ ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ അത് വെളിപ്പെടുവാൻ പിതാവ് ആകർഷിച്ചവർക്ക് വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ലോകത്തിന് മുമ്പിൽ യേശു പൂർണ്ണ മനുഷ്യനായി ജീവിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ആ തിരിഹിതം അനുസരിച്ച് ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും പുറത്തു വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ വന്നത് കൊണ്ടാണ്, അതാണ് യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെയാണ് നമുക്കൊരു കാര്യം ഞാൻ പറയാം, നമ്മൾ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ജീസസ് ഈസ് ഫസ്റ്റ് ഇൻ റാങ്ക് ആൻഡ് പൊസിഷൻ ഇൻ ബോത്ത് ഓഫ് ഹിസ് നേച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, പൂർണ്ണ ദൈവമായി ഇറങ്ങി വന്ന യേശു ആ ദൈവത്വത്തിലോ അവന്റെ പൊസിഷൻ, അവന്റെ റാങ്ക്, അത് അവൻ ഒന്നാമതായി തന്നെ നിൽക്കുമ്പോൾ തന്നെ പൂർണ്ണ മനുഷ്യനായി ജീവിച്ച യേശുവിലും എന്ത് കണ്ടു? അവന്റെ മനുഷ്യത്വത്തിൽ എന്ത് വെളിപ്പെട്ടു? The very essence and perfection without sin or blemish, born of a virgin. കന്യകയിൽ ഉരുവായി പാപമില്ലാത്ത, കളങ്കമില്ലാത്ത, അതെ പാപം ചെയ്യാത്ത, പൂർണ്ണമായും അതെ പരിശുദ്ധനായ, പാപമില്ലാത്തവനായ മനുഷ്യനായി യേശു മനുഷ്യത്വത്തിൽ വെളിപ്പെട്ടു. ദൈവത്വത്തിൽ എങ്ങനെയാ? He is divine, the very image and essence of God. അവന്റെ ദൈവത്വത്തിലും അവന്റെ മനുഷ്യത്വത്തിലും അവൻ ഒന്നാമനാകുന്നു. ഫസ്റ്റ് ഇൻ റാങ്ക് ആൻഡ് പൊസിഷൻ ഇൻ ബോത്ത് ഓഫ് ഹിസ് നേച്ചേഴ്സ്. രണ്ട് പ്രകൃതിയും എടുത്തു നോക്ക്, രണ്ടിലും യേശുവിന്റെ സ്ഥാനത്തിന് മാറ്റമില്ല. കാരണം ദൈവത്വത്തിൽ എടുത്തു നോക്കുമ്പോൾ he is divine, the very image and essence of God. ദൈവത്തിന്റെ മഹത്വത്തിന്റെ അല്ലെങ്കിൽ തേജസ്സിന്റെ എക്സാക്ട് റെപ്രസെന്റേഷനായി ദൈവത്തിന്റെ ക്യാരക്ടറിനെ അതുപോലെ വഹിച്ചുകൊണ്ട് നിത്യവചനത്തെ, നിത്യജീവനെ, സത്യപ്രകാശത്തെ അതുപോലെ വഹിക്കുന്ന പൂർണ്ണ ദൈവമായി അവനവന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുമ്പോൾ തന്നെ പൂർണ്ണ മനുഷ്യനായി, പാപമില്ലാത്തവനായി കന്യകയിൽ ഉരുവാകുകയും പാപം ചെയ്യാത്തവനായി തന്റെ മനുഷ്യ ജീവിതം നയിക്കുകയും ചെയ്യും. That means Jesus is first in rank
and possession in both of his natures. That means God and man, Godship and man. തന്റെ ദൈവത്വത്തിൽ ആ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും വസിച്ചുകൊണ്ട് അതിനെ വെളിപ്പെടുത്തി അവൻ ജീവിക്കുമ്പോൾ രണ്ട് പൂർണ്ണ മനുഷ്യനായി ജീവിച്ച യേശു കന്യകയിൽ ഉരുവായത് അതുകൊണ്ടാണ്. പാപം ഇല്ലാതെ ഉരുവാകി പാപത്തിൽ പാപം നിറഞ്ഞ ലോകത്തിൽ പാപരഹിതനായി പൂർണ്ണ തികവോടെ കളങ്കമില്ലാത്ത, അതുകൊണ്ട് പറഞ്ഞ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് യേശു. നമ്മൾ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ദ പ്രീഎമിനൻസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ഔന്നത്യം. ഞാനിത് പറയാൻ കാര്യം, ഈ രണ്ട് ഭാഗങ്ങളിലും എങ്ങനെയാണ് യേശു ആയിരുന്നു, എപ്രകാരമെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ആ നേച്ചറിനെ കുറിച്ച്, രണ്ട് നേച്ചറിനെ കുറിച്ചും ഞാൻ പറഞ്ഞത്. എന്നിട്ട് അങ്ങനെ യേശുവിന്റെ ആ ദൈവത്വത്തിന്റെ ഔന്നത്യത്തിന്റെ ശ്രേഷ്ഠത അത് എത്ര വലുതാണെന്ന് അടുത്ത ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചായിരുന്നു. അതെങ്ങനെ നമ്മൾ ചിന്തിച്ചെന്ന് ചോദിച്ചാൽ, എല്ലാം അവനെ കൂടാതെ ഒന്നും ഉളവാകില്ല, സകലവും അവൻ മുഖാന്തരം ഉളവായി, എല്ലാ സൃഷ്ടിയുടെ പിൻപിലുള്ള പവറും റീസണും പർപ്പസും എല്ലാം ക്രൈസ്റ്റാ. ആൻഡ് ലോകത്തെ സൃഷ്ടിച്ചതും ക്രിസ്തുവിലൂടെ തന്നെയാണ്. എത്ര മാത്രം ഔന്നിത്യം എന്ന് അതിന്റെ അർത്ഥം ഇതാണ്. കൊലോസ്യനുള്ള വിശ്വാസത്തോട് പറയുകയാണ്, നിങ്ങളുടെ അടുത്ത് എത്ര വലിയ തത്വജ്ഞാനം കൊണ്ട് വന്നാലും, ഏതെല്ലാം വലിയ വിഷയങ്ങൾ അവതരിപ്പിച്ചാലും, നിങ്ങളുടെ അടുത്ത് ദൂതനെ ആരാധിക്കുന്ന ശ്രേഷ്ഠതയാണ് പറഞ്ഞാലും, ദൂതന്മാരെ പിണക്കാൻ പാടില്ലല്ലോ, ദൂതന്മാരെയും കൂടെ നമുക്ക് ആരാധിക്കണം. നമുക്ക് തത്വജ്ഞാനികളെ പിണക്കാൻ പാടില്ലല്ലോ, ആവശ്യമായ തത്വജ്ഞാനം കൂടെ സ്വീകരിക്കണം. ക്രിസ്തുവും കൂടെ നമ്മളോടൊപ്പം ഇരുന്നോട്ട്, ക്രിസ്തുവിനോട് കൂടെ ലേശം തത്വജ്ഞാനം, ക്രിസ്തുവിനോട് കൂടെ അല്പം ഏഞ്ചലിക് വർഷിപ്പ് അല്ലെങ്കിൽ ദൂതന്മാരെ ആരാധിക്കുക, ക്രിസ്തുവിനോട് കൂടെ അല്പം യഹൂദ മര്യാദ കൂടെ പാലിച്ച് നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോകാമെന്ന് കൊലോസ്യ സഭയെ നിങ്ങൾ കരുതണ്ട. കാരണം ക്രിസ്തുവിനെ ആരുടെയും കൂടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ട. കാരണം അവൻ സുപ്രീമാണ്, അവൻ സകലത്തിനും അധീശനാണ്, സകലത്തിനും മുമ്പേ ഉള്ളവനാണ്, അവൻ ഉളവാക്കിയവനാണ്, ഉളവാക്കിയതും അവനാ, ഉളവാക്കിയതിന് പിന്നിലെ ശക്തിയും അവനാ, വ്യക്തിയും അവനാ, പർപ്പസും അവന് വേണ്ടിയാണ്, സകലതും അവൻ മുഖാന്തരം അവന് വേണ്ടിയുമാണ്. നിങ്ങൾക്ക് ഒരാളെയും ഈ ഭൂമിയിലോ സ്വർഗത്തിലുള്ളതോ ഈ ഒരാളെയും, ഒരു തത്വജ്ഞാനത്തെയും, ഒരു ദൂതനെയും, ഒരു യഹൂദ മര്യാദകളെയും, നിങ്ങൾ പറയുന്ന ഒരു ഭക്തി നിറഞ്ഞ ഞങ്ങൾ ശരീരത്തിൽ വിശുദ്ധി പാലിക്കും, ഞങ്ങൾ അത് കഴിക്കത്തില്ല, ഇത് കുടിക്കത്തില്ല, ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ ദേഹത്തെ ഞങ്ങൾ കുറച്ചുകൂടെ ജഡാഭിലാഷം നിയന്ത്രിക്കാൻ വേണ്ടി കുറച്ചുകൂടെ ചിട്ടവട്ടങ്ങൾ പാലിക്കും എന്നൊന്നും നിങ്ങൾ പറഞ്ഞ് ക്രിസ്തുവിനെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യണ്ട, ക്രിസ്തുവിന് പകരം വെക്കണ്ട. ക്രിസ്തുവിന് പകരം വെക്കാൻ ഇതൊക്കെയൊന്നും കഴിയത്തില്ല. കാരണം അവന്റെ സ്ഥാനം അത്ര ഉന്നതമാണ്. അവന് പകരം അവൻ മാത്രം. ആർക്കും പകരം വെക്കാൻ കഴിയുന്ന ഒരു സ്ഥാനത്തല്ല ക്രിസ്തുവിന്റെ സ്ഥാനം. ഇത് സഭ അറിയുമ്പോൾ സഭ എന്തിൽ നിന്ന് രക്ഷപ്പെടും? സകല ദുരുപദേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. ഒരു മനുഷ്യർക്കും അവരെ വലച്ചു കളയുവാൻ അല്ലെങ്കിൽ അവരെ ഉപദേശങ്ങളാൽ വലിച്ചു ഇഴയ്ക്കുവാൻ, തകർത്ത് കളയുവാൻ സാധിക്കത്തില്ല. അങ്ങനെ ക്രിസ്തുവിന്റെ ഔന്നിത്യത്തെ പറയുമ്പോൾ തന്നെ ഇതേപോലെ തന്നെ ഞാൻ ഈ യോഹന്നാൻ സുവിശേഷത്തിലേക്ക് ഒന്നും കൂടെ വരുന്നതിന് മുമ്പ് നമ്മൾ പഠിച്ച ഭാഗമാണ് ഫിലിപ്പിയ ലേഖനം. ആ ഫിലിപ്പിയ ലേഖനത്തിൽ ഇതുപോലെ തന്നെ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന ഭാഗം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ അവസരത്തിൽ അത് ഒന്നും കൂടെ ചേർത്ത് വായിക്കുന്നു ഉചിതമെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാനത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 6 മുതൽ അതിന്റെ 8 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും പറയുന്നു, ക്രിസ്തുവിൽ വസിക്കുന്ന ദൈവത്തിന്റെ സർവസമ്പൂർണതയും അത് എപ്രകാരമെന്ന് പറയുന്നു. യേശു ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ വിളിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, though he was God, he did not think of equality with God as something to cling to. പിടിച്ചു പറ്റി ദൈവത്തോട് സമത്വമുള്ളവൻ അതിനെ മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ instead he gave up his divine privileges. ക്രിസ്തു
മാറ്റിവെച്ചത് ഡിവൈൻ ക്യാരക്ടർ അല്ല. ക്രിസ്തു നീക്കി വെച്ചത് എന്താണെന്നറിയാമോ? തന്റെ ദൈവികമായ അതെ ആ സമത്വത്തെ, ആ ഡിവൈൻ പ്രിവിലേജസിനെ മാറ്റിവെച്ചിട്ട് he took the humble position of a slave. ഒരു ദാസന്റെ വേഷമെടുത്തു. And was born as a human being. ഒരു മനുഷ്യനായി ജന്മമായെടുത്തു. ഇവിടെ വ്യക്തമായി പറയുന്നു, though he was God. എങ്ങനെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്? അവൻ അല്ലെങ്കിൽ ദൈവമായിരിക്കെ, though he was God, he did not think of equality with God. കാരണം ദാസരൂപമായ മനുഷ്യരൂപം എടുക്കുക എന്നുള്ളത്, അതിന് എന്തു ദൈവത്തോടുള്ള സമത്വത്തെ മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ മനുഷ്യ രൂപം യേശു എടുക്കുക. എന്നാൽ ശ്രദ്ധിച്ചോണം, യേശു എന്തുമാണ് വെളിപ്പെടുത്തിയത്? ദൈവത്തിന്റെ സ്വഭാവം, ആ എസൻസ് മുഴുവനും യേശു ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി. ദൈവത്തോടുള്ള സമത്വമാണ് മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ he gave up his divine privileges. He didn't give up his divine character. ദിവ്യ സ്വഭാവമല്ല മാറ്റിവെച്ചത്, പിന്നെയോ ദൈവത്തോടുള്ള സമത്വത്തെയാണ്. ഈ കാരണം എന്താ മാറ്റിവെച്ചത്? ദൈവത്തോടുള്ള സമത്വം മാറ്റിവെച്ചെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്തുവാ? അതായത് മനുഷ്യ രൂപം എടുക്കുകയാണ്, ദാസ രൂപം എടുക്കുകയാണ്. അതൊരിക്കലും, അതാണ് ഡിവൈൻ പ്രിവിലേജസിനെ മാറ്റിക്കൊണ്ട്, ഇതൊരു പ്രിവിലേജ് അല്ല. സർവശക്തനായ കർത്താവിന് ഒരു പ്രിവിലേജ് അല്ല മനുഷ്യരൂപം എടുക്കുക എന്നുള്ളത്. അതൊരു ഭാഗ്യപദവി അല്ലെന്നർത്ഥം. അത് വലിയ പുകഴാൻ പക്ഷേ യേശു തീരുമാനിക്കുന്നു, he took the humble position of a slave, അല്ലെങ്കിൽ ഒരടിമയുടെ ദാസന്റെ പൊസിഷൻ എടുക്കുക. and was born as a human being, ഒരു മനുഷ്യനായി ജനിക്കുക. അത് ഇവിടെ വ്യക്തമായി പറഞ്ഞു. ഇത് ഫിലിപ്പിയരോടും ഈ വലിയ മർമ്മം അപ്പോസ്തലൻ വെളിപ്പെടുത്തി, കൊലോസ്യരോടും ഇതേ മർമ്മം വെളിപ്പെടുത്തി. യോഹന്നാൻ സുവിശേഷം എഴുതുമ്പോൾ മുഖവുരയിൽ തന്നെ ആ ബുൾഡോസർ എൻട്രി നടത്തി. എബ്രായലേഖനം ആരംഭിക്കുമ്പോൾ തന്നെ പുത്രനെ കുറിച്ചുള്ള വെളിപ്പാട് കൊടുത്തു. ഒരു കാര്യം ദൈവസഭ കേട്ടോണം, ഈ വെളിപ്പാട് പ്രാപിക്കേണ്ട ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ക്രിസ്തുവിന്റെ ഔന്നത്യത്തെ നാൾ തോറും അറിഞ്ഞ് വളരേണ്ട ജനമാനം ചോദിച്ചാൽ ഒറ്റ സ്വരത്തിൽ വിളിച്ചുകൊണ്ടാവും, നമ്മളാ അത് അവന്റെ ശരീരമാകുന്ന സഭയാ. നമുക്ക് ആ ഔന്നത്യം നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം നഷ്ടപ്പെട്ടു. എന്നാൽ സഭ ശിരസിന്റെ ഔന്നത്യം ഉയർത്തിപ്പിടിച്ചാൽ നഷ്ടപ്പെടുന്നതിനെ നമുക്ക് നേടാൻ പറ്റും, നഷ്ടപ്പെടുന്നതിനെ തിരിഞ്ഞു പിടിക്കാൻ പറ്റും, പിന്മാറിപ്പോയതിനെ തിരിഞ്ഞു പിടിക്കാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. എപ്പോൾ സഭ ശിരത്തിന്റെ ഔന്നത്യം മുറുകെ പിടിച്ചാൽ മതി. എപ്പോഴാണ് ദേശത്ത് അതെ നാം തല ഉരിക്കപ്പെടുന്നത്? വിളിക്കപ്പെട്ടവർക്ക് വിളിച്ചവന്റെ ഔന്നത്യം, ശ്രേഷ്ഠത അറിയാതെ വരുമ്പോൾ, സുപ്രീം അതോറിറ്റി അറിയാതെ വരുമ്പോൾ, അവൻ ആരെന്നുള്ള ബോധം ഇല്ലാതെ വരുമ്പോൾ സഭയ്ക്കകത്ത് ആര് നുഴഞ്ഞു കിടക്കും? അതെ, അധികാരമില്ലാത്തവർ അധികാരമുണ്ടെന്ന് പറഞ്ഞ് നുഴഞ്ഞു കിടക്കും. അതുകൊണ്ടാണ് ഇന്ന് പിശാചിന് സഭയ്ക്കകത്ത് ഇത്ര സ്വാധീനം ഉണ്ടായത്. സഭയ്ക്ക് ക്രിസ്തുവിന്റെ ഔന്നത്യം നഷ്ടപ്പെട്ടു തുടങ്ങിയപ്പോൾ, സഭ ക്രിസ്തുവിന്റെ പ്രീഎമിനൻസിനെ കുറിച്ച്, സുപ്രീം അതോറിറ്റിയെ കുറിച്ച്, അതെ എല്ലാത്തിനും മുകളിലായിരിക്കുന്നതിനെ കുറിച്ച്, ആദി അന്തവുമായിരിക്കുന്നതിനെ കുറിച്ച്, അതെ അവൻ മുഖാന്തരം ഉളവായെന്നുള്ളത്, അവനാൽ എന്നുള്ള ആ വലിയ ബോധം, അവൻ ആരെന്നുള്ള ബോധം, ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും വസിക്കുന്ന ക്രിസ്തുവാണ് ഞങ്ങളുടെ ശിരസ് എന്നുള്ള ആ ബോധം മറഞ്ഞു പോയ സഭ ഇന്ന് അതെ ലോകത്ത് പലപ്പോഴും അതെ കൂട്ടുകാഴ്ചയായി മാറുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാം. ഞങ്ങളെ ഈ ഭൂമിയിൽ അങ്ങ് ആക്കി വെക്കുന്നിടത്തോളം കാലം, അങ്ങയുടെ വരവിൽ എടുക്കപ്പെടുന്നത് വരെയും ഈ ദൈവസഭ, ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ദൈവസഭയിൽ ശിരസിന്റെ ഔന്നത്യം ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്,
ശരീരം ശിരസിനെ, ഔന്നത്യത്തെ, ക്രിസ്തുവിന്റെ സുപ്രീം അതോറിറ്റിയെ, ആ പ്രീ എമിനൻസിനെ ഉയർത്തിപ്പിടിക്കുന്നിടത്തോളം കാലം അതേ സഭ നഷ്ടമാകുന്നത് മാത്രമല്ല, നഷ്ടപ്പെട്ട അനേകരെ വീണ്ടെടുക്കാൻ ദൈവം സഭയെ ഉപയോഗിക്കും. ഇത് ദൈവം ആഗ്രഹിക്കുന്നു. ഫിലിപ്പിനോട് പറയുകയാണ്, ഫിലിപ്പരെ, കഷ്ടങ്ങളുടെ നടുവിൽ, പ്രയാസങ്ങളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ നിങ്ങൾ മറന്നു പോകരുത്. ക്രിസ്തു ആരാണെന്ന് മറന്നു പോകരുത്. അവൻ ഡിവൈൻ പ്രിവിലേജസിനെ മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ താണ ഭൂമിയിലേക്ക്, അതെ, മനുഷ്യനെന്ന ആ ഒട്ടും ദൈവത്തിനൊട്ടും യോജിക്കാത്ത, ദൈവത്തിനൊട്ടും ഇണങ്ങാത്ത, ദൈവത്തിന്റെ ഡിവൈൻ പ്രിവിലേജസിന് ഒട്ടും മാച്ച് ചെയ്യാത്ത ഒരു ഫോമിലേക്ക് യേശുവിനെ താഴ്ത്തിക്കൊണ്ട് വന്നപ്പോൾ നിങ്ങൾ ഓർത്തോണം, അവന്റെ മാനുഷിക രൂപം, ഏറ്റവും താണ രൂപം, ദാസ രൂപം അവൻ എടുക്കുമ്പോൾ നിങ്ങൾ ഓർത്തോണം, അവൻ ആരെന്ന് ഓർത്തോണ്ട് വേണം അവന്റെ മാനുഷിക രൂപത്തെ നിങ്ങൾ കാണുവാൻ. അവന്റെ ദൈവത്വത്തെ മറന്നുകൊണ്ട് നിങ്ങൾ അവന്റെ ഹ്യൂമൻ ഫോമിനെ കാണരുത്. ആ ഹ്യൂമൻ ഫോം അവൻ എടുത്തത് സ്വന്തമായി എടുത്ത തീരുമാനമാണ്. ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തിയത് കൊണ്ടാണ്. അതിന്റെ അർത്ഥം മനസ്സിലായോ? തന്നെത്താൻ താഴ്ത്താത്തടത്തോളം കാലം താഴ്ചയുള്ള രൂപ എടുക്കാൻ അവൻ താഴ്മ ധരിച്ചു. മനുഷ്യരൂപം എടുത്തത് കൊണ്ട് ഇച്ചിരി കഴിഞ്ഞപ്പം അതെ അവൻ മനുഷ്യനാണെന്ന് അതെ തെറ്റിദ്ധരിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും പെട്ടുപോകരുത്. അവൻ എന്തിനെയാണ് മാറ്റിവെച്ചത്? ഏത് സമത്വത്തെയാണ് മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദൈവത്വത്തെ മാറ്റിവെച്ചതല്ല ഇതിനർത്ഥം. അവന്റെ ദൈവത്വം, ആ ഡിവൈൻ എസൻസ് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ എന്തെടുത്തു? ഹ്യൂമൻ ഫോം എടുത്തു. അതുകൊണ്ടല്ലേ പറയുന്നേ എന്ത് ക്രിസ്തുവിൽ എന്ത് വസിച്ചിരുന്നതാണോ പറയുന്നത് കൊലോസ്യ ലേഖനത്തിൽ? ക്രിസ്തുവിൽ മനുഷ്യരൂപം എടുക്കുന്നതിന് മുമ്പ് എന്ത് വസിച്ചിരുന്നു? ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണയും വസിച്ചിരുന്നു എന്നല്ല അപ്പോസ്തലൻ പറയുന്നത്. പിന്നെയോ മനുഷ്യരൂപം എടുത്തു. അപ്പൊ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ഡിവൈൻ പ്രിവിലേജസിനെ ഗീവപ്പ് ചെയ്തു എന്ന്, വിശേഷപ്പെട്ട പദവികളെ, ദൈവിക പദവി, ദൈവികതയെ ഗീവപ്പ് എന്ന് മാറ്റിവെച്ചെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ദൈവത്വത്തെ മാറ്റിവെച്ചെന്നല്ല, മറിച്ച് ദൈവമായിരിക്കുന്നവൻ മനുഷ്യരൂപത്തിലേക്ക് ഇറങ്ങി വരുന്ന ആ ദാസരൂപം എടുത്തു. ആ ദാസരൂപം എടുത്തപ്പോൾ അവൻ ആ തീരുമാനവും ആ മാറ്റവുമാണ്. അവിടെ ദൈവത്വത്തിന് മാറ്റമുണ്ടായില്ല. അതുകൊണ്ടാണ് വീണ്ടും പറയുന്നത്, കർത്താവായ യേശുവിൽ എന്ത് വസിക്കുകയാണ്? ദൈവത്തിന്റെ സർവ സമ്പൂർണതയും വസിക്കുന്നു. എന്തൊക്കെയാണത്? അവൻ നിത്യവചനമാകുന്നു, നിത്യജീവനാകുന്നു. നിത്യജീവനായവൻ അവൻ വെളിപ്പെട്ടത്, നിത്യവചനം, സത്യ വെളിച്ചം, ദൈവത്തിന്റെ സ്നേഹം, ആ ദൈവസ്നേഹം, ദൈവത്തിന്റെ പരിശുദ്ധി, ഇതെല്ലാം ആരിൽ വസിക്കുക? ക്രിസ്തുവിൽ. അല്ലാതെ ഡിവൈൻ പ്രിവിലേജസ് മാറ്റിവെച്ചെന്ന് പറഞ്ഞാൽ ഡിവൈൻ ക്യാരക്ടർ മാറ്റിവെച്ചെന്നല്ല, ഡിവിനിറ്റി മാറ്റിവെച്ചെന്നല്ല, അതെ അവന്റെ ഗോഡ്ഷിപ്പ് മാറിയെന്നല്ല, അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പക്ഷെ അവൻ ഫോം മാറി, അതല്ല ഹ്യൂമൻ ഫോമിലേക്ക് വരികയാണ്. എന്നാൽ എന്ത് സംഭവിച്ചു? അതുകൊണ്ടാണ് നമുക്ക് മടങ്ങി വരാം. അപ്പൊ യോഹന്നാൻ എഴുതിയ ഭാഗത്തിലേക്ക് മടങ്ങി വരാം. എന്നിട്ട് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, അതിന്റെ 14-ാം വാക്യം, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 14 വാക്യം ഇവിടെ വായിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. ജഡമായി തീർന്നു, നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. നമുക്ക് ഒന്ന് നോക്കാം. എങ്ങനെ അവിടെ നമ്മള് വേർഡ് പറഞ്ഞു, പിന്നെ ലൈഫ് പറഞ്ഞു, ലൈറ്റ് പറഞ്ഞു. അത് പറഞ്ഞിട്ട് ലൈറ്റ് 14-ാം വാക്യം വരുമ്പോ പറയുകയാണ്, ഈ വചനം ജഡമായി. എന്ന് വെച്ചാ the word became human. അപ്പോസ്തലനായ യോഹന്നാൻ ക്രിസ്തുവിന്റെ ഔന്നത്യത്തെ പറയുമ്പോൾ മനുഷ്യനായ അവതരിച്ച യേശുവിനെ നല്ല തുടങ്ങുന്നേ, ദൈവമായിരിക്കുന്ന യേശുവിന്റെ അല്ല ക്രിസ്തുവിന്റെ ദൈവപുത്രന്റെ മഹത്വത്തേത് തുടങ്ങി എവിടോട്ട് വരിക? ഇങ്ങനെയുള്ള വചനമാകുന്നവൻ, നിത്യവചനമാകുന്നവൻ, നിത്യജീവനാകുന്നവൻ, സത്യ വെളിച്ചമാകുന്ന ഈ വചനമായവൻ എന്ത് ചെയ്തു? The word became human. ജഡമായി തീർന്നെന്ന് പറയുന്ന അർത്ഥം
മനുഷ്യരൂപമായി and made his home among us. എന്നിട്ട് നമ്മളോടൊപ്പം വസിച്ചു. മനുഷ്യനോടൊപ്പം വസിക്കണം, അതിനാണല്ലോ ഈ മനുഷ്യരൂപം എടുത്തത്. പക്ഷെ മനുഷ്യനിൽ അല്ല അപ്പോസ്തലൻ തുടങ്ങുന്നത്. അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ ഓർത്തോണം, ഈ ഈ വേർഡ് became human എന്ന 14-ാം വാക്യം പറയുമ്പോൾ 1 തൊട്ട് 13 വരെ തന്റെ ദൈവത്വത്തിന്റെ മഹത്വത്തെ, എക്സാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഗോഡ്സ് ഗ്ലോറി ആൻഡ് എക്സാക്ട് ദ ഡിവൈൻ ക്യാരക്ടർ ആൻഡ് ദ എസൻസ് ഓഫ് ഗോഡിനെ പൂർണ്ണമായും വെളിപ്പെടുത്തിയിട്ട് ഇപ്പൊ പറയാ, ഈ വേർഡ്, ഈ ഇറ്റേണൽ വേർഡ് കേട്ടോടെ, ഈ ഇറ്റേണൽ ലൈഫ്, ഈ നിത്യജീവൻ, ഈ നിത്യവചനം, ഈ സത്യപ്രകാശം, ഈ സത്യ വെളിച്ചം കേട്ടോ, ഇപ്പം എങ്ങോട്ട് ഏത് ഫോമിലേക്ക് മാറി? ഹ്യൂമൻ ഫോമിലേക്ക് മാറി, ജഡമായി തീർന്നു എന്ന് പറഞ്ഞാൽ. സോ ദ വേർഡ് became human and made his home among us. നമ്മൾ മനുഷ്യരോടൊപ്പം വസിച്ചു. ഇതാണ് കൊലോസ്യരിൽ പറയുന്ന ക്രിസ്തുവിലല്ലയോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അപ്പൊ ആരും ചോദിക്കും, നിങ്ങൾ കണ്ടോ പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ ദിവ്യ വെളിച്ചമെല്ലാം കണ്ടോ? നിങ്ങളുടെ മുറി എത്ര പേർ നമുക്ക് മുറി പ്രകാശം കൊണ്ട് മിന്നിയിട്ടുണ്ട്? മിന്നിയവര് കാണും, ചിലരൊക്കെ സാക്ഷ്യം പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എല്ലാവരുടെയും മിന്നിയോ? ഇല്ല. എത്ര പേര് കണ്ടു ആ താബോർ മലയിൽ ശിഷ്യന്മാർക്ക് കൊടുത്ത ആ 3 പേര് കണ്ട കാഴ്ച? ബാക്കിയുള്ളവർ പോലും കണ്ടില്ല. പക്ഷേ ഇവിടെ പറയുന്നു, ദൈവത്തിന്റെ സർവസമ്പൂർണ്ണതയും ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ വ്യക്തമാക്കിയിട്ട് പറയുകയാണ്, ഇങ്ങനെയുള്ള ക്രിസ്തു നിത്യവചനവും നിത്യജീവനും സത്യവെളിച്ചവുമായിരിക്കുന്ന കർത്താവ്, ദൈവമായവൻ ഇവിടെ എവിടേക്ക് മാറുക? The word became human and made his home among us. മനുഷ്യരൂപമെടുത്ത് മനുഷ്യരോടൊപ്പം വസിച്ചു. എന്നിട്ട് പറയാണ്, അവൻ കൃപയും അവൻ ദേഹരൂപത്തിൽ ദൈവത്തിന്റെ സർവസമ്പൂർണതയും വസിക്കുന്നു പറയുമ്പോൾ അവിടെ എന്തുണ്ട്? ഹിസ് ഗ്രേസ് ആൻഡ് ഹിസ് ട്രൂത്ത്, അല്ലെങ്കിൽ ഫുൾ ഓഫ് അൺഫെയിലിംഗ് ലവ് ആൻഡ് ഫെയ്ത്ത്ഫുൾനെസ്. ക്രിസ്തുവിലൊക്കെ നിറഞ്ഞിരിക്കുന്ന എന്തുവാ? ദൈവത്തിന്റെ ആ കൃപയെന്ന് പറഞ്ഞാൽ ഒരിടത്തും പരാജയപ്പെടാത്ത സ്നേഹം, ആർക്കും തുറന്നു കൊടുക്കാൻ കഴിയുന്ന സ്നേഹം, ആരോട് ക്ഷമിക്കാൻ കഴിയുന്ന സ്നേഹം, അർഹതയില്ലാത്തടത്തേക്ക് കവിഞ്ഞൊഴുകുവാൻ തക്കവണ്ണമുള്ള അൺഫെയിലിംഗ് ലവ് ആരിൽ നിറഞ്ഞിരുന്നു? ക്രിസ്തുവിൽ നിറഞ്ഞിരുന്നു. നമുക്കറിയാമല്ലോ നമ്മുടെ സ്നേഹത്തിന്റെയൊക്കെ ആഴവും ഉയരവും നീളവും ഒക്കെ. നമ്മൾ വലിയ കാര്യമൊക്കെ വിചാരിക്കും, പക്ഷെ നിസ്സാര കാര്യം കഴിഞ്ഞു. പക്ഷെ പിന്നെ കർത്താവ് നമ്മളെ റെഡിയാക്കി എടുക്കും. പക്ഷെ നമുക്കറിയാം, നമുക്ക് നമ്മുടെ ലവിനെ അൺഫെയിലിംഗ് ലവ് എന്ന് പറയാനേ പലപ്പോഴും ഫെയിൽ ആകുന്ന ലവ് ആ മനുഷ്യന്റെ. ദൈവത്തിന്റെ അകപ്പെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇറ്റ്സ് കോൾഡ് അൺഫെയിലിംഗ് ലവ്. അതാണ് നമ്മൾ പഠിച്ചത്, സാക്രിഫിഷ്യൽ ലവ്. അപ്പൊ നമ്മള് ചിന്തിച്ചു വരുന്ന ഭാഗം എനിക്കറിയാം, എന്റെ ടൈമിൽ ഞാൻ നിർത്താം. ദൈവമക്കൾ ശ്രദ്ധിച്ചാട്ട് നമ്മൾ എന്തോ ചിന്തിക്കുന്നേ? നമ്മൾ ചിന്തിക്കുന്ന ഇതാണ്. എന്താണ് നമ്മൾ കൊലോസ്യ ലേഖനത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ച ആ ഭാഗം എന്താണ്? ക്രൈസ്റ്റ് ഈസ് ദ വിസിബിൾ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ ഇമേജ് ആണ് ക്രൈസ്റ്റ്. മലയാളത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 15-ാം വാക്യം, കൊലോസ് പ്രതിഭ അല്ലേ? അപ്പം അതാണ്. പിന്നെ ഒരു വാക്യം കൂടെ നമ്മൾ ചിന്തിക്കുന്നത് 2:9, ക്രിസ്തുവില് എന്ത് വസിക്കുക? ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കും. ഈ ചോദ്യത്തിന്റെ ഉത്തരം, ഇതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഈ പറയുന്നത്? അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ രൂപമാണ്, പ്രതിമയാണ്, പ്രതിബിംബമാണ്, പ്രതിരൂപമാണ് ക്രിസ്തു എന്ന് നിങ്ങൾ പറയുമ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, നിങ്ങൾ എപ്പോഴെങ്കിലും അതെ നിങ്ങൾ ക്രിസ്തു നിങ്ങളുടെ മുറിയിൽ പ്രകാശിച്ചോ?
നിങ്ങൾ എപ്പോഴാണ് അവന്റെ മുഖം തേജോവലയത്താൽ കണ്ടത്? നിങ്ങൾ എപ്പോഴാണ് അവന്റെ വസ്ത്രം മിന്നി വിളങ്ങുന്നത് കണ്ടത്? നിങ്ങൾ എന്ത് കണ്ടിട്ടാ പറയുന്നേ? ഈ ക്രിസ്തുവിൽ അതെ അദൃശ്യനായ ദൈവത്തിന്റെ അതെ ദൃശ്യമായ രൂപമാണ്, പ്രതിമയാണ്, അല്ലെങ്കിൽ അതിന്റെ ഇമേജ് ആണ് ക്രൈസ്റ്റ്. നിങ്ങൾ പറയാനുള്ള കാരണം എന്തുവാ? രണ്ട്, നിങ്ങൾ എന്ത് കണ്ടിട്ടാ ഈ പറയുന്നേ? ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ഏകരൂപമായി ഫുൾനെസ് ഓഫ് ഗോഡ് അത് ക്രിസ്തുവിൽ വസിക്കുന്നത് പറയുമ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? നിങ്ങൾ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കണേ? അത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. നസ്രയത്തുകാരോട് ചോദിക്ക്, യെരുശലേംകാരോട് ചോദിക്ക്, യഹൂദിയ മലനാട്ടിലുള്ളവരോട് ചോദിക്ക്. ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷപ്പെടുത്തി ഭക്ഷണം കഴിച്ചവരോട് ചോദിക്കുക. അവര് പറയും, ഞങ്ങൾ അവനിൽ ഒരു പ്രവാചകനെ കണ്ടു, ഞങ്ങൾക്ക് വേണ്ടി അവൻ രാജാവായ കൊള്ളാം. അവരപ്പം തേടി യേശുവിന്റെ അടുക്കൽ വീണ്ടും വന്നു. എന്റെ പ്രിയരെ, പക്ഷെ അപ്പോസ്തലൻ പറയുക, ഞങ്ങൾ അവനിൽ കണ്ടത് മികച്ച പ്രവാചകന്റെ ആത്മാവിനെയല്ല, ഞങ്ങൾ അവനിൽ കണ്ടത് സൽഗുരുവിനെയല്ല, ഞങ്ങൾ അവനിൽ കണ്ടത് അതെ എല്ലാം ശരിയാക്കുന്ന, എല്ലാവർക്കും ആശ്വാസം പകരുന്ന വെറും ഒരു ആശ്വാസനായകനെ മാത്രമല്ല, വിശന്നാൽ ആഹാരം തരുന്ന ഒരാളെ മാത്രമല്ല, ഒരു പ്രൊവൈഡറിനെ മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരു ബലം തരുന്നവനെ മാത്രമല്ല, ഞങ്ങൾ അവനെ കണ്ടത്, ഞങ്ങൾക്ക് വെളിപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ മുഴുവൻ ഫുൾനെസ്സും സർവസമ്പൂർണ്ണതയും ക്രിസ്തുവിൽ വസിക്കുന്നു. അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തുന്നു അവൻ. എങ്ങനെ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടിയേ? അപ്പോസ്തലൻ പറയുന്നു, അവന്റെ നിത്യവചനം, അവനിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് ദൈവത്തിന്റെ സർവസമ്പൂർണതയെ സൂചിപ്പിക്കുന്നു. അവനിൽ നിന്ന് പുറപ്പെട്ട നിത്യജീവന്റെ മൊഴികൾ ദൈവത്തിന്റെ സർവസമ്പൂർണതയെ വെളിപ്പെടുത്തുന്നു. അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. അവനിൽ നിന്നും പുറപ്പെട്ട സത്യപ്രകാശം ഏത് ഇരുളിലും പ്രകാശിക്കുന്ന, ഒരിരുട്ടിന് കെടുത്തിക്കളയാൻ കഴിയാത്ത ആ ട്രൂ ലൈറ്റ് ആരെ വെളിപ്പെടുത്തുന്നു? അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തുന്നു. തീർന്നില്ല, സകലത്തെ ഉളവാക്കിയ ആ വചനമായവൻ, ആ സത്യമായവൻ, അവനിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലായി. ഞങ്ങളൊക്കെ പരാജയപ്പെടുന്ന അതെ പല മേഖലകളിൽ ഞങ്ങൾ തോറ്റുപോകുന്ന സ്നേഹമല്ല അവനിൽ ഞങ്ങൾ കണ്ടത്, ഒരിടത്തും പരാജയപ്പെടാത്ത അൺഫെയിലിംഗ് ലവ്, ആർക്കും ചൊരിയാൻ കഴിയുന്ന, എത്ര അഥവ പാപങ്ങൾ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് ക്ഷമിക്കാൻ കഴിയുന്ന, അതെ അവരുടെ പാപത്തെ പോക്കാൻ കഴിയുന്ന, കൃപ ചൊരിയാൻ കഴിയുന്ന, അർഹതയില്ലാത്ത ഇടത്തേക്ക് അളവില്ലാതെ ചൊരിയുന്ന ദൈവ സ്നേഹത്തെ ഞങ്ങൾ അവനിൽ കണ്ടു. We have seen the unfailing love in Christ. ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും അവനിൽ വസിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവസഭയായ നമ്മൾ അറിഞ്ഞിരിക്കണം അതിനെ ചുരുക്കം കാര്യങ്ങളിലെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിനെ ഗ്രഹിപ്പാൻ. നമുക്കറിയാവുന്ന കാര്യങ്ങളായിരിക്കും, പക്ഷെ അതിനെ മറ്റൊരാളോട് അറിയിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കാനാ ദൈവം സംസാരിക്കുന്നത്. നമുക്കിതൊരു പുതിയ അറിവാണെന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല, പറയുന്നുമില്ല. ഒരുപക്ഷെ നാം കൂടുതലായി അറിയുന്നുണ്ടാകാം, എന്നാൽ അതിലുപരി നമ്മുടെ ഹൃദയത്തിൽ നാം അനുഭവിക്കുന്ന ഈ ദൈവിക മർമ്മങ്ങളെ, ക്രിസ്തുവിന്റെ ഔന്നത്യത്തെ സഭ മുഴുവനായി അങ്ങ് 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 അണിയണം, അങ്ങ് ധരിക്കണം, അങ്ങ് ഉയർത്തണം. എന്നിട്ട് സഭ എന്ത് ചെയ്യണം? അവസരം ലഭിക്കുമ്പോൾ സഭ ഇത് ലോകത്തിന്റെ മുമ്പിൽ പ്രകീർത്തിക്കണം. എന്നിട്ടാണ് പറയുന്നത്, ആൻഡ് ഇത്രയും പറഞ്ഞിട്ടാ പറയുന്നത് 14-ാം വാക്യത്തിന്റെ അവസാനം, ആൻഡ് വി ഹാവ് സീൻ ഹിസ് ഗ്ലോറി. ഇത് താബോർ മലയിലെ കാര്യമല്ല. The glory of the Father's one and only Son. മലയാളത്തിൽ ഒന്നുകൂടെ വായിക്കാം. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് തേജസ്സായി. എന്താണ് എബ്രായക്കാരൻ പറഞ്ഞത്? ക്രൈസ്റ്റ് ഈസ് ദ എക്സാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഗോഡ്സ് ഗ്ലോറി. എവിടാ പറയാ? ഞങ്ങൾ ഒരു കാഴ്ച കണ്ടു. അത് ഞങ്ങൾ താബോർ മലയിൽ കണ്ട ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിന്റെ കാഴ്ചയല്ല. അതാരും പറയല്ലെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ കണ്ടത് ഇന്ന് പലരും കാണാൻ ആഗ്രഹിക്കുന്നതിനെന്നറിയോ? സ്വപ്നങ്ങളിലും
അതായത് ദൈവം തന്റെ പുത്രനിലൂടെ പുറപ്പെടുവിക്കുന്ന ഇറ്റേണൽ വേർഡ് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് വേണ്ട. ഇറ്റേണൽ ലൈഫ് അത് ഞങ്ങൾക്ക് വേണ്ട, അത് ഞങ്ങൾക്ക് വേണ്ട. പിന്നെ ഇറ്റേണൽ ട്രൂ ലൈറ്റ് വേണം, അത് ഞങ്ങൾക്ക് വേണ്ട. കാരണം ട്രൂ ലൈറ്റ് വന്നാൽ ഞങ്ങളുടെ കള്ളപരിപാടികളൊന്നും നടക്കത്തില്ല. ഞങ്ങൾക്ക് ഇറ്റേണൽ വേർഡും വേണ്ട, ഇറ്റേണൽ ലൈറ്റും വേണ്ട, ഇറ്റേണൽ ലൈഫും വേണ്ട, ട്രൂ ലൈറ്റും വേണ്ട. പക്ഷെ ഞങ്ങൾക്ക് യേശു 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 ജനിച്ചു, യേശു മരിച്ചു, യേശു ഉയർത്തെഴുന്നേറ്റു. ആഘോഷങ്ങൾ ഞങ്ങൾക്ക് വേണം, ആഡംബരങ്ങൾ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് അതെ എല്ലാം ഞങ്ങൾക്ക് വേണം. പെരുന്നാളുകൾ ഞങ്ങൾക്ക് വേണം. യേശുവിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെ ഞങ്ങൾക്ക് ആഘോഷിക്കാമോ, ആനന്ദിക്കാമോ, പടക്കം പൊട്ടിക്കാമോ, മദ്യം കുടിക്കാമോ, അതിനുവേണ്ടി പെരുന്ന എന്തൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് വേണം. പക്ഷെ ഞങ്ങൾക്ക് അവന്റെ വേർഡും വേണ്ട, ലൈഫും വേണ്ട, ലൈറ്റും വേണ്ട. എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത ആഴ്ച നമ്മൾ 1:10 ചിന്തിക്കും. നമ്മൾ ആരാ, എങ്ങനാ ഇത് ആർക്കും മനസ്സിലാവുന്നില്ല. അവൻ സൃഷ്ടിച്ച ലോകത്തിലേക്ക് അവൻ വന്നു, അവനെ കൈക്കൊണ്ടില്ല, മനസ്സിലായില്ല. സ്വന്തം ജനത്തിലേക്ക് വന്നു. അങ്ങനെ റിജക്ഷനും അക്സെപ്റ്റൻസും ഇല്ലാത്ത യേശുവിന്റെ ആ സ്റ്റാറ്റസും പിന്നെ എങ്ങനെയാ നമ്മളിങ്ങനായേ എന്നുള്ളതും ഒക്കെ നമുക്ക് ചിന്തിക്കാം. എന്റെ സമയം ഇവിടെ അവസാനിച്ചു. നമുക്ക് എന്തൊക്കെ വേണമായിരുന്നു? നമുക്ക് അവനിൽ നിന്ന് പുറപ്പെടുന്നത്. പത്രോസിനോട് ചോദിച്ചു, നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടോ? കർത്താവെ എങ്ങനെ പോകും? നിന്റെ കൂടെ നടന്നാലല്ലേ മറ്റു പല. അങ്ങനെയാണോ? അല്ല. എങ്ങോട്ട് പോകാൻ? ഇറ്റേണൽ വേൾഡ് വേറെ എവിടെയും. അപ്പം പീറ്റർ എന്ത് കണ്ടു ജീസസിൽ? ജോൺ മാത്രമല്ല, പീറ്റർ കണ്ടു യു ആർ ദ ഇറ്റേണൽ വേർഡ്. നിന്റെ അകത്തതുണ്ട്. നീ ഓരോ ജംഗ്ഷനിൽ ചെല്ലുമ്പോ പുസ്തകം നോക്കി നീ അറിവ് ശേഖരിച്ചല്ല നീ പറയുന്നേ. നിന്റെ അകത്ത് ദൈവത്തിന്റെ ഫുൾനെസ് വസിക്കുക. അത് ഇറ്റേണൽ വേർഡാണ്, അത് ഇറ്റേണൽ ലൈഫാണ്, അത് ട്രൂ ലൈറ്റ് ആണ്. ഞങ്ങൾക്ക് ആ ലൈറ്റ് ജീവിക്കണം. ഞങ്ങളുടെ ഡാർക്ക്നെസ്സിൽ ഞങ്ങൾക്ക് ജീവിക്കണ്ട. ഞങ്ങൾക്ക് ആ വേർഡ് വേണം. അത് കട്ടിയാന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പിന്തിരിഞ്ഞു പോകണ്ട. ഞങ്ങൾക്ക് ആ ലൈഫ് വേണം. ലെറ്റ് മി ക്ലോസ് ഹിയർ, ലെറ്റ് മി കൺക്ലൂഡ് ഹിയർ. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചു. നമ്മൾ വീണ്ടും ചിന്തിക്കും. അത് പ്രയാസമാണേലും എളുപ്പമാണേലും, മനസ്സിലായാലും മനസ്സിലായില്ലേലും, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നിങ്ങൾ നീട്ടി എന്ത് പറഞ്ഞാലും നമ്മൾ ഇനിയും ചിന്തിക്കും. എന്ത് ചിന്തിക്കും? ക്രൈസ്റ്റിന്റെ പ്രീ എമിനൻസിനെ കുറിച്ച്, ഔന്നത്യത്തെ നമ്മൾ കുറച്ചും കൂടെ ചിന്തിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരാഴ്ച കൂടെ ചിന്തിച്ചെന്നിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് എന്താ നമ്മൾ ചിന്തിച്ചെന്നിരിക്കും. ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കാനുള്ള സമയവും നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനുള്ള സമയമാണ്. എന്റെ പ്രിയരെ, ലോകത്തിന് യേശു ക്രിസ്തു കർത്താവ് എല്ലാം പറയും. പക്ഷെ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണത അവരിൽ വസിക്കുന്നതിന്റെ 7 അയലത്ത് പോലും വരുത്തി അത് വേണ്ട താനും. നമ്മളോ? സഭയാരാ? സഭ ക്രിസ്തുവിനെ പടക്കം പൊട്ടിക്കാനല്ല ഉപയോഗിക്കുന്നേ. സഭ ക്രിസ്തുവിനെ വെച്ച് ആഘോഷത്തിനും ആഡംബരത്തിനും പെരുന്നാളുകൾക്കും അല്ല സഭയ്ക്ക് ക്രിസ്തു. സഭയോട് ചോദിച്ച സഭ പറയും, ഞങ്ങളുടെ ശിരസ ക്രിസ്തു. അവരിൽ നാട് നിത്യവചനവും നിത്യജീവനും സത്യപ്രകാശവും ഞങ്ങളിലേക്ക് വരുന്നേ. സഭ ഇരുളിൽ വസിക്കാൻ പാടില്ല. കാരണം സഭയിൽ വെളിപ്പെടുന്നത് സത്യവെളിച്ചമാണെങ്കിൽ ഇരുട്ടിന്റെ പ്രവൃത്തിക്ക് അവിടെ സ്ഥാനമില്ല. ആ വേർഡ്, ആ വചനം ഹ്യൂമനായി, മനുഷ്യനായി തീർന്നു. ആ മനുഷ്യനായി എന്നിട്ടാ പറയുന്നത് കേട്ടോടെ. എന്നിട്ടാണ് കേട്ടോടെ പറഞ്ഞ ആ വാക്ക് പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. ആ ഹ്യൂമൻ ഫോമിലേക്ക് വേർഡ് മാറിയപ്പോൾ, അതായത് ക്രൈസ്റ്റ് മാറിയപ്പോൾ, ഇറ്റേണൽ വേർഡ്, ഇറ്റേണൽ ലൈഫ്, ഇറ്റേണൽ ലൈറ്റ്, ട്രൂ ലൈറ്റ് ഹ്യൂമൻ ഫോമിലോട്ട് മാറിയപ്പോൾ അപ്പോസ്തലൻ പറയാണേ, ഞങ്ങൾ അവനിൽ എന്ത് കണ്ടു? ഞങ്ങൾ അവനിൽ ദ എക്സാക്ട് റെപ്രസെന്റേഷൻ ഓഫ് ഗോഡ്സ് ഗ്ലോറി. അതായത് ഇങ്ങനെ പറയാം, വി ഹാവ് സീൻ ദ ഫുൾനെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ്. എന്റെ പ്രിയരെ, നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ ക്രിസ്തുവിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും കാണുന്നുണ്ടോ? ആ അൺഫെയിലിംഗ് ലവ്, അതായത് കൃപയെ സത്യം എന്ന് പറയുമ്പോൾ എന്താണ് കൃപയെന്ന് പറയുന്നതിന്റെ യഥാർത്ഥ എക്സ്പ്ലനേഷനാ പറയുന്നേ. എവിടെയും ചൊരിയാൻ കഴിയുന്ന, എവിടെയും ആരോട് ക്ഷമിക്കാൻ കഴിയുന്ന, എത്ര വലിയ പാപികളോട് ക്ഷമിക്കാൻ കഴിയുന്ന, ആരോട് പൊറുക്കാൻ കഴിയുന്ന അൺഫെയിലിംഗ് ലവ്, അത് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയാണ്. ആ ഫെയ്ത്ത്ഫുൾനെസ്, ആ ട്രൂത്ത്, അത് ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയാണ്. അത് ക്രിസ്തുവിൽ വസിച്ചെങ്കിൽ ഇന്ന് രാത്രി നമുക്കൊന്ന് നമ്മളെ സമർപ്പിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുവാനും ദൈവം ഒരു അവസരം തരട്ടെ. കർത്താവേ, ഞങ്ങൾ
നിന്നെ ഒരു ആഡംബരത്തിനും ആഘോഷത്തിനും ചടങ്ങുകൾക്കുമായി ഉപയോഗിച്ചിരുന്നവരാ. പക്ഷെ അവിടുന്ന് ഞങ്ങളെ വിടുവിച്ച് വചനമായി, ജീവനായി, സത്യപ്രകാശമായി വചനം മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്ന ആ ക്രിസ്തു, ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും വസിക്കുന്ന ക്രിസ്തുവിനെ ഞങ്ങൾക്ക് ലഭിച്ചതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സർവ്വസമ്പൂർണ്ണതയും വസിക്കുന്ന ക്രിസ്തുവിലുള്ള അൺഫെയിലിംഗ് ലവ്, ആ ഗ്രേസ് ആൻഡ് ട്രൂത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ, അനുഭവിപ്പാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം